20 നൂറ്റാണ്ടിലധികമായി ലോകത്തിൻ്റെ നാനാ കോണുകളിൽ നിന്ന് മനുഷ്യൻ ചോദിച്ചിട്ടുള്ളതും ഇന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ചോദ്യങ്ങളിലൊന്നാണ് ആരാണ് യേശുക്രിസ്തു എന്നത്. ക്രിസ്തു ഒരു മതസ്ഥാപകനാണെന്നും വിപ്ലവകാരിയാണെന്നും ചരിത്ര പുരുഷനാണെന്നും ഒക്കെ വിശ്വസിക്കുന്ന പലരും ഇന്ന് ലോകത്തിലുണ്ട്. എന്നാൽ യേശുക്രിസ്തു യഥാർത്ഥത്തിൽ ആരാണെന്ന് പലർക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നതാണ് ഈ വീഡിയോ. ചരിത്രപരമായി പറഞ്ഞാൽ അഗസ്തോസ് കൈസരുടെ വാഴ്ചാകാലത്ത് സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജനിക്കുകയും തിബിരിയാസ് കൈസരുടെ വാഴ്ചാകാലത്ത് പൊതുരംഗങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും 33.5 വയസ്സുവരെ ദരിദ്രനും നിരായുധനുമായി ജീവിക്കുകയും ഒടുവിൽ കോടതികൾ നീതിമാനെന്ന് വിധിച്ചിട്ടും ക്രൂശിക്കപ്പെടേണ്ടി വന്ന വ്യക്തിയായി നസറായനായ യേശുവിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ക്രിസ്തുവിനെ ബൈബിൾ വെളിപ്പെടുത്തുന്നത് അല്പം കൂടി വ്യത്യസ്തമായാണ്. ലോക ചരിത്രത്തിൻ്റെ മധ്യത്തിൽ ഈ യേശു ക്രിസ്തുവിനെ നിർത്തിക്കൊണ്ട് ബൈബിൾ പറയുന്നു, യേശു ക്രിസ്തുവിലാണ് ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് എന്ന്. അർത്ഥാൽ യേശു ക്രിസ്തു ദൈവമാണ്, അവിടെ അദർശനായ ദൈവത്തിൻ്റെ പ്രതിരൂപമാണ്. ഇതാണ് യേശു ക്രിസ്തു ആരാണെന്ന ചോദ്യത്തിന് ഒറ്റ വാക്കിൽ ബൈബിളിൻ്റെയും ചരിത്രത്തിൻ്റെയും അകമ്പടിയോടെ നൽകുവാൻ കഴിയുന്ന ഉത്തരം. ഇനി ഈ യേശുക്രിസ്തുവിനെ അല്പം കൂടി വിശദമായി നമുക്ക് മനസ്സിലാക്കാം. ലോകത്തിലെ എല്ലാ ജനനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ക്രിസ്തുവിൻ്റെ ജനനം. പുരുഷ ബന്ധം കൂടാതെ കന്യകയിൽ ഭൂജാതനായാണ് യേശുക്രിസ്തു ജനിച്ചത്. മാത്രമല്ല, ജനനത്തിനും 700 വർഷങ്ങൾക്ക് മുമ്പേ എവിടെ ജനിക്കും, എങ്ങനെ ജനിക്കും എന്നുള്ള പ്രവചനങ്ങളുടെ സമ്പൂർണ്ണ നിവൃത്തിയായിരുന്നു ആ ജനനം. താൻ മുതിർന്നു വന്നപ്പോൾ ഹൃദയത്തെ തരളിതമാക്കുന്ന ലഘു പ്രഭാഷണങ്ങളും ഉള്ളിൽ തട്ടി ഉണർത്തുന്ന ഉപമകളും കൊണ്ട് ലോകത്തെ ഉൾപ്പുളകം കൊള്ളിക്കുവാനും തനിക്ക് കഴിഞ്ഞു. തൻ്റെ ഉപദേശത്തിൽ ലോകം വിസ്മയം കൊണ്ടു. തൻ്റെ പഠിപ്പിക്കലുകൾ ഏറെ വ്യത്യസ്തമായിരുന്നു. പാടത്ത് പണിയെടുത്താൽ വരമ്പത്ത് കൂലി കൊടുക്കണമെന്ന് പഠിപ്പിച്ച നേതാക്കളിൽ നിന്ന് വ്യത്യസ്തനായി ഒരു ചകിട്ട തടിച്ചാൽ മറു ചകിടുകൂടെ കാണിച്ചു കൊടുക്കാനാണ് യേശുക്രിസ്തു പഠിപ്പിച്ചത്. വറ്റി വരണ്ട മാനവ ഹൃദയങ്ങളിലേക്ക് ഉയരങ്ങളിൽ നിന്ന് ഒഴുകി വന്ന നീരൊഴുക്ക് പോലെ ആ ഉപദേശങ്ങൾ അനേക ഹൃദയങ്ങളെ കീഴടക്കി. കാനായിലെ ഒരു കല്യാണ വീട്ടിൽ പഞ്ചഭൂതങ്ങളിൽ ഒന്നായ പച്ചവെള്ളത്തെ വാക്കുകളും പ്രവൃത്തികളും കൂടാതെ മധുരതരമായ വീഞ്ഞാക്കി മാറ്റിക്കൊണ്ട് അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും താൻ ആരംഭം കുറിച്ചു. കാറ്റിനെയും കടലിനെയും ശാസിച്ച് അതിനെ പ്രശാന്തമാക്കി. മരിച്ച് 4 നാൾ കഴിഞ്ഞ ലാസറിനെ മരണത്തിൽ നിന്നും ജീവനിലേക്ക് മടക്കി വരുത്തി. മുടന്തരെ നടക്കുമാറാക്കി. കുരുടർക്ക് കാഴ്ച കൊടുത്തു. കുഷ്ഠരോഗികളെ അവൻ സൗഖ്യമാക്കി. എന്നാൽ ഇതെല്ലാം താൻ ചെയ്യുമ്പോഴും തൻ്റെ അവതാര ലക്ഷ്യം പാപികൾക്കായുള്ള പ്രതിപകര മരണമാണെന്ന് താൻ ആവർത്തിച്ചു പറഞ്ഞു. തൻ്റെ ശത്രുക്കളും തന്നെ കൊന്നുകളയണമെന്ന ആഗ്രഹത്തിൽ മുന്നിട്ടിറങ്ങുവാനിടയായി തീർന്നു. പക്ഷെ മരണയോഗ്യമായതൊന്നും യേശുക്രിസ്തുവിൽ കണ്ടെത്തുവാൻ ആർക്കും സാധിച്ചില്ല. തൻ്റെ 33 വർഷത്തെ ഐഹിക ജീവിതത്തിൽ ഒരു കുറ്റമെങ്കിലും കണ്ടെത്തുവാൻ തൻ്റെ വിമർശകരും വിധികർത്താക്കളുമായിരുന്ന മതഗുരുക്കന്മാരും പുരോഹിതന്മാരും ആവോളം ശ്രമിച്ചു, എന്നാൽ സാധിച്ചില്ല. നിങ്ങളിൽ ആരെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുമെന്ന ക്രിസ്തുവിൻ്റെ വെല്ലുവിളി ചക്രവാള സീമയിൽ തട്ടി കാലത്തിലൂടെ പ്രതിബന്ധമില്ലാതെ പുരുഷാന്തരങ്ങളുടെ നേരെ ഇന്നും പ്രതിധ്വനിച്ചു കൊണ്ടിരിക്കുകയാണ്. തന്നെ ഒറ്റിക്കൊടുത്ത യൂദ കൂലിയായി കിട്ടിയ 30 വെള്ളിക്കാശ് പുരോഹിതന്മാരുടെ നേരെ വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞത് ഇപ്രകാരമാണ്: ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തുവെന്ന്. യേശുവിനെ വിസ്തരിച്ച റോമൻ ഗവർണർ പീലാത്തോസ് പ്രഖ്യാപിച്ചു, ഞാൻ അവനെ വിസ്തരിച്ചിട്ടും അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന്. പീലാത്തോസിന്റെ ഭാര്യ പീലാത്തോസിനോട് പറഞ്ഞത് ഇപ്രകാരമാണ്: ഈ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്. യേശുവിനെ വിസ്തരിച്ച ഗലീല നാടുവാഴി ഹേരോദാവും യേശുക്രിസ്തുവിൽ കുറ്റമൊന്നും കണ്ടില്ല. തന്നോടൊപ്പം ക്രൂശിക്കപ്പെട്ട കള്ളന്മാരിൽ ഒരുവൻ പറയുന്നു, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. ക്രിസ്തുവിൻ്റെ മരണം ദർശിച്ച റോമൻ ശതാധിപൻ പറയുന്നു, ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാൻ ആയിരുന്നു. ക്രിസ്തുവിനോട് കൂടെ 3 വർഷം പരിചയിച്ച ശിഷ്യനായിരുന്ന പത്രോസ് എഴുതിയത് ഇപ്രകാരമാണ്: അവിടുന്ന് പാപം ചെയ്തിട്ടില്ല, അവിടുത്തെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും
ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം പരമേൽപ്പിക്കുക അത്രേ ചെയ്തത്. ക്രിസ്തുവിന്റെ നെഞ്ചോട് ചാരിക്കിടന്ന ശിഷ്യനായ യോഹന്നാൻ ഇങ്ങനെ എഴുതി: യേശു ക്രിസ്തുവിൽ പാപം ഇല്ല. യേശു ക്രിസ്തുവിനെ അടിമുടി പഠിച്ച പൗലോസ് ഇങ്ങനെ എഴുതി: അവിടുന്ന് പാപം അറിയാത്തവൻ, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതൻ. ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, യേശുക്രിസ്തു ദൈവമായിരുന്നിട്ടും പാപമൊന്നും ചെയ്യാതിരുന്നവനായിരുന്നിട്ടും ക്രൂശിക്കപ്പെടുവാൻ കാരണം എന്തായിരുന്നു? യഥാർത്ഥത്തിൽ മാനവജാതിയുടെ പാപപരിഹാരത്തിനായി യേശുക്രിസ്തു തന്നെത്താൻ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. ഞാനിത് അല്പം കൂടി വിശദമാക്കി പറയാം. സകല മതങ്ങളും ഒരുപോലെ പറയുന്ന കാര്യമാണ് മനുഷ്യൻ പാപിയാണെന്നുള്ളത്. ബൈബിളിലെ ദൈവിക പ്രമാണപ്രകാരം പാപത്തിന്റെ ശമ്പളം മരണമാണ്. മറ്റൊരർത്ഥത്തിൽ പാപി ചെല്ലുന്നിടം പാതാളമാണ്. ഈ പാപത്തിൽ നിന്നും, പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കുവാൻ പരിശുദ്ധനും സ്നേഹവാനുമായ ദൈവം ഒരു മനുഷ്യനായി ഈ ലോകത്തിലേക്ക് അവതരിച്ചു. അതായിരുന്നു യേശുക്രിസ്തു. ലോക ചരിത്രത്തിൽ ഏറ്റവും അധികം പ്രസ്താവിക്കപ്പെടുന്ന ഈ യേശുക്രിസ്തുവിന്റെ മരണം ഒരു യാദർച്ഛിക സംഭവമായിരുന്നില്ല, മറിച്ച് മനുഷ്യവർഗത്തിന്റെ പാപവിമോചനത്തിന് വേണ്ടിയുള്ളതായിരുന്നു ആ മരണം. ക്രിസ്തുവിന്റെ മരണം മാത്രമാണ് ലോക ചരിത്രത്തിൽ യാഗമെന്ന പദം കൊണ്ട് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പാപികളായ മനുഷ്യവർഗത്തിന്റെ എല്ലാം അപരാധം യേശുക്രിസ്തുവിന്റെ മേൽ ചുമത്തി കാൽവറിയിലെ ക്രൂശിൽ ഒരു യാഗമാക്കി. എന്നാൽ യേശുക്രിസ്തു മരണം കൊണ്ട് അവസാനിച്ചൊരു വ്യക്തിയല്ല. മരണത്തിന് ശേഷം മൂന്നാം മഹൽ ദിനത്തിൽ കല്ലറയ്ക്ക് മുന്നിൽ വെച്ചിരുന്ന കല്ലിനെ കരിയില പോലെ കാറ്റിൽ പറത്തിക്കൊണ്ട് മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ച് 1000 സൂര്യനെ വെല്ലുന്ന ശോഭയോടെ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അവിടെ നിന്ന് സ്വർഗത്തിൽ ജീവിക്കുന്നു. ഇനിയും മനുഷ്യൻ തൻ്റെ പാപത്തിന് യാതൊന്നും ചെയ്യേണ്ടതില്ല. യേശുക്രിസ്തുവിനെ ഏക സത്യ ദൈവമായി ഉൾക്കൊണ്ട് വിശ്വസിക്കുകയും പാപങ്ങളെ ക്രിസ്തുവിനോട് ഏറ്റുപറഞ്ഞ് ജീവിതത്തിൻ്റെ കർത്താവും രക്ഷിതാവുമായി അംഗീകരിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും പാപമോചനവും നിത്യജീവനും ലഭിക്കുന്നു. ഇത്തരത്തിൽ ഈ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് പാപമോചനവും നിത്യജീവനും പ്രാപിക്കുവാൻ നിങ്ങൾക്കിടയാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.